അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖല്ലേ? നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മിലെ ഓരോരുത്തർക്കുമുള്ള പ്രയാസമാണ് സിഹർ എന്നുള്ളതിലെ കണ്ണേറ്, അതുപോലെ തന്നെ മാരണം, അതുപോലെ തന്നെ നാവേറ്, അസൂയ. ശരിക്കും ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ വല്ലാണ്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, വല്ലാണ്ട് നമ്മുടെ ജീവിതത്തെ തളർത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു ഇതുപോലെയുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കട്ടെ. അവൻ്റെ പ്രൊട്ടക്ഷൻ, അവൻ്റെ ഇസ്മത്ത്, അവൻ്റെ ആ ഒരു കാവൽ എപ്പോഴും പഠിച്ചോ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സാഹിറിനെയും, ഒരു മാരണക്കാരനെയും, ഒരസൂയക്കാരനെയും, ഒരു കണ്ണേറുകാരനെയും, ഒരു ശത്രുവിനെയും നമ്മൾ പേടിക്കേണ്ടതില്ല. മനസ്സറിഞ്ഞിട്ട് ഈ ഇസ്മ 1000 പ്രാവശ്യം നമുക്ക് പതിവാക്കാൻ കഴിഞ്ഞാൽ പടച്ച റബ്ബ് കൊടുത്തോളും നമ്മളെ ആക്രമിക്കുന്നവർക്ക്, നമുക്കെതിരെ സിഹർ ചെയ്യുന്നവർക്ക്, നമുക്കെതിരെ കണ്ണേറ് വെക്കുന്നവർക്ക്, അസൂയ വെക്കുന്നവർക്കുള്ളത് പടച്ച റബ്ബ് കൊടുത്തോളും ഇൻഷാ അല്ലാഹ്. യാതൊരു പേടിയും വേണ്ട. ശരിക്കും ഈ സിഹർ കാരണം നമ്മുടെ പലരുടെയും വിവാഹം പോലും മുടങ്ങിപ്പോകുകയാണല്ലേ. വിവാഹം നടന്നു, പക്ഷേ ഈ സിഹറിൻ്റെ ആഘാതം കാരണം ആ വിവാഹബന്ധം പിന്നീട് ത്വലാഖിലേക്ക് നീങ്ങി. അങ്ങനെ ആ ഒരു ജീവിതം അവസാനിച്ചു. അല്ലെങ്കിൽ നല്ല ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, ആ ബിസിനസ്സൊക്കെ നഷ്ടത്തിലായി. ലാസ്റ്റ് അത് ക്ലോസ് ചെയ്യേണ്ട, പൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തി. അതുപോലെ വീട്ടിലൊക്കെ നല്ല സമാധാനമായിരുന്നു, നല്ല റാഹത്തായിരുന്നു. പക്ഷേ പിന്നീട് ഈ സിഹറിൻ്റെ ആഘാതം, അതിൻ്റെ ആഫ്റ്റർ റിസൾട്ട് ശരിക്കും ആ ജീവിതത്തിൽ അള്ളാഹു ശരിക്കും ആ വീട്ടിലെ സമാധാനം തന്നെ കെടുത്തി കളഞ്ഞു. ഇങ്ങനെ ഒരുപാട് ആഫ്റ്റർ റിസൾട്ടുകൾ, ആഫ്റ്റർ എഫക്റ്റുകൾ ഈ സിഹർ മുഖാന്തരം, കണ്ണേറ് മുഖാന്തരം, അസൂയ മുഖാന്തരം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാക്കട്ടെ. ഇതിന് നമ്മൾ 1000 പ്രാവശ്യം പതിവാക്കേണ്ട ഇസ്മ ഏതാ അറിയോ? 1000 പ്രാവശ്യം മനസ്സറിഞ്ഞങ്ങോട്ട് ചൊല്ലുക, യാ കവിയു, യാ കവിയു, യാ കവിയു. എല്ലാ ദിവസവും നമ്മളിത് മനസ്സറിഞ്ഞിട്ട് നല്ല യഖീനോടെ, നല്ല ഉറപ്പോടെ ചൊല്ലിയാൽ ഒരു ശത്രുവിന് നമ്മളെ തൊടാൻ കഴിയൂല, ഒരു ശത്രുവിന് നമുക്കെതിരെ നീങ്ങാൻ കഴിയൂല, ഒരു സാഹിറിൻ്റെ സിഹറും നമുക്ക് കേൾക്കൂല, ഒരു കണ്ണൻ്റെ കണ്ണേറും നമുക്ക് കേൾക്കൂല, ഒരു ശത്രുവിൻ്റെ ശത്രുതയും നമ്മളെ തളർത്തൂല ഇൻഷാ അല്ലാഹ്. അല്ലാഹു കാക്കട്ടെ. ഏതാ ഇസ്മ? യാ കവിയു, യാ കവിയു, യാ കവിയു. 1000 പ്രാവശ്യം നമ്മൾ നിത്യമായിട്ട് ഉറപ്പോടെ, യഖീനോടെ, വിശ്വാസത്തോടെ കൂടെ ചെല്ലുക. വഫഖനല്ലാഹ്, അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.